അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1414 സൂറത്തുർ റഅദ് 32 മുതൽ 34 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد استهزئ برسل من قبلك فأمليت للذين كفروا ثم أخذتهم فكيف كان عقاب أفمن هو قائم على كل نفس بما كسبت وجعلوا لله شركاء قل سموهم أم تنبئونه بما لا يعلم في الأرض أم بظاهر من القول بل زين للذين كفروا مكرهم وصدوا عن السبيل ومن يضلل الله فما له من هاد لهم عذاب في الحياة الدنيا ولعذاب الآخرة أشق وما لهم من الله من واق. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولقد استهزئ برسل من قبلك. നിശ്ചയം തങ്ങളുടെ മുമ്പ് പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് നബിയെ. ഫഅംലൈതു ലില്ലദീന കഫറു. അപ്പോൾ സത്യനിഷേധികൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുത്തു. സുമ്മ അഖൽതുഹും. പിന്നീട് അവരെ ഞാൻ പിടികൂടുകയും ചെയ്തു. ഫകൈഫ കാന ഇഖാബ്. അപ്പോൾ എന്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നാലോചിച്ചു നോക്കൂ. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഓരോ ശരീരവും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയായി മേൽനോട്ടം വഹിക്കുന്ന അള്ളാഹുവാണോ, ഒരു കഥയുമില്ലാത്ത ബിംബങ്ങളെപ്പോലെയാണോ എന്നർത്ഥം. വജഅലൂ ലില്ലാഹി. അള്ളാഹുവിന് അവർ നിശ്ചയിച്ചു ശുറക്കാ, ആ പങ്കാളികളെ. ഖുൽ. തങ്ങൾ ചോദിക്കൂ അവരോട്, സമൂഹം അല്ലെങ്കിൽ അവരോട് പറയൂ, സമൂഹം നിങ്ങളുടെ ദൈവങ്ങളുടെ പേരൊന്ന് പറയൂ എന്ന്. അം തുനബ്ബിഊനഹു. അതോ അള്ളാഹുവിന് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ, ബിമാ ലാ യഅലമു ഫിൽ അർളി. ഭൂമിയിൽ അള്ളാഹു അറിയാത്ത കാര്യങ്ങളെ അള്ളാഹ്ക്ക് നിങ്ങൾ അങ്ങോട്ട് അറിയിച്ചു കൊടുക്കുകയാണോ. അം ബിളാഹിരിൻ മിനൽ ഖൗലി. അതോ നിങ്ങൾ ഉപരിപ്ലവമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ, ചില പ്രസ്താവനകൾ നടത്തുക മാത്രമാണോ, കഥയൊന്നുമില്ലാതെ കാര്യമായിട്ട് ചിന്തിക്കൊന്നും ചെയ്യാതെ വായിൽ വന്നത് അങ്ങനെ വിളിച്ചു പറയുകയാണോ എന്ന് തങ്ങൾ അവരോട് ചോദിക്കുക. യഥാർത്ഥത്തിൽ ബൽ, പക്ഷേ സുയ്യിന ലില്ലദീന കഫറു, സത്യനിഷേധികൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു മക്റുഹും, അവരുടെ കുതന്ത്രങ്ങൾ. വസുദ്ദു അനിസ് സബീലി. അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് അവർ തടയപ്പെടുകയും ചെയ്തിരിക്കുന്നു. വമൻ യുദ്ലിലില്ലാഹു. ഏതെങ്കിലും ഒരാൾ അള്ളാഹു തആല വഴി തെറ്റിച്ചാൽ ഫമാ ലഹു മിൻ ഹാദ്. അവനെ നേർവഴിയിലേക്ക് നയിക്കാൻ ആരും തന്നെ ഉണ്ടാകുന്നതല്ല. ലഹും അദാബും ഫിൽ ഹയാത്തി ദുനിയ. ഭൗതിക ജീവിതത്തിൽ അവർക്ക് ശിക്ഷയുണ്ട്. വല അദാബുൽ ആഖിറത്തി അശഖു. എന്നാൽ പാരത്രിക ശിക്ഷ വളരെ പ്രയാസകരമായിരിക്കും. വമാ ലഹും മിനല്ലാഹി മിൻ വാഖ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഒരു കാവൽക്കാരനും സംരക്ഷകനും അവർക്കുണ്ടാകുന്നതും അല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരാവശ്യപ്പെടുന്ന മുഅ്ജിസത്തുകൾ, അമാനുഷിക സ്ഥിതികൾ കാണിക്കാൻ അവരാവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു തആല അവരോട്, നബിതങ്ങളോട് പറഞ്ഞു, നബിയെ തങ്ങൾ അവർക്ക് അവരാവശ്യപ്പെട്ട എല്ലാ അമാനുഷിക സിദ്ധികളും കാണിച്ചു കൊടുത്താലും അവർ വിശ്വാസത്തിലേക്ക് വരികയൊന്നുമില്ല. അവർ വീണ്ടും വഴുതി മറ്റു മേഖലകളിലേക്ക് പരിഹാസപൂർവ്വം പോകും എന്ന് ഉണർത്തിയല്ലോ കഴിഞ്ഞ സൂക്തത്തിൽ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് അല്ലാഹു തആല നബിതങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടും സമാധാനിപ്പിച്ചുകൊണ്ടും പറയുകയാണ് ഇവിടെ. വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക. നബിയെ തങ്ങളുടെ മുമ്പ് ധാരാളം പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് തങ്ങളും പരിഹസിക്കപ്പെടുന്നു. സത്യവുമായി, നീതിയുമായി, ശരിയുമായി വരുന്ന എല്ലാ പരിഷ്കർത്താക്കളും ഇவ்விധം
ആ സമൂഹത്തിൽ നിന്ന് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. തങ്ങളും അത് അനുഭവിക്കുകയാണ്. അപ്പൊ ക്ഷമയോടുകൂടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ആശ്വസിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. എന്നിട്ട് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇത് വിശദീകരിച്ചോ പറഞ്ഞു, യഖൂലു തആല മുസല്ലിയൻ ലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ തക്ദീബി മൻ കദ്ദബഹു മിൻ ഖൗമിഹി, തന്റെ ജനങ്ങളിൽ നിന്ന് തന്നെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്ത ആളുകളുടെ വിഷയത്തിൽ നിബിതങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. എന്ത്? വലഖദ് ഇസ്തുഹ്സിയ ബിറുസുലിൻ മിൻ ഖബലിക, തങ്ങളുടെ മുമ്പ് ധാരാളം പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഐ ഫലക ഫീഹിം ഉസ്വ. ഇബ്നു കസീർ രേഖപ്പെടുത്താണ് ഐ ഫലക ഫീഹിം ഉസ്വത്തുൻ, അവരിൽ തങ്ങൾക്ക് മാതൃകയുണ്ട്. അഥവാ അങ്ങനെ പരിഹസിക്കപ്പെട്ട സമയത്ത് അവരാരും എന്ത് ചെയ്തിട്ടില്ല? അവർ ദുഃഖിച്ച് വീട്ടിലിരിക്കുകയല്ല, അവരവരുടെ പ്രവർത്തനം തുടരുകയാണ്. അതാ ഈ നിഷേധികളും ഭാഗ്യമില്ലാത്തവരും അവർ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ വിളിച്ചു പറയുന്നതിന്റെ പേരിലൊന്നും നമ്മൾ നമ്മുടെ ദൌത്യത്തിൽ നിന്ന് പുറകോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇതൊക്കെ മൂടിക്കെട്ടി ഇനി ഇതാരോടും പറയുന്നില്ല എന്ന് വെക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ, പട്ടികൾ കുരക്കട്ടെ സാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്ന് പറഞ്ഞതുപോലെ പരിഷ്കർത്താക്കളും അതേപോലെ തന്നെ ശരിയായ വിശ്വാസത്തിന്റെ ആളുകളുമൊക്കെ അവരവരുടെ ഡ്യൂട്ടി ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കണം. അതിനെതിരിൽ കുരക്കുന്നവർ ധാരാളമുണ്ടാകും. ആ പ്രവർത്തനത്തിന്റെ വഴിയിൽ മുള്ളു വിതറാൻ ഒരുപാട് ദുശ്ശക്തികളുണ്ടാകും. ആ പ്രവർത്തനങ്ങളെ പരമാവധി ഇരുട്ടിൽ നിർത്താൻ പരിശ്രമിക്കുന്ന ഒരുപാട് തിന്മയുടെ ഉപാസകന്മാരുണ്ടാകും. പക്ഷെ അതൊന്നും പരിഗണിച്ച് അവർക്ക് ചെവി കൊടുത്ത് നമ്മുടെ ദൌത്യത്തിൽ നിന്നോ കർത്തവ്യത്തിൽ നിന്നോ പ്രവർത്തന ശൈലിയിൽ നിന്നോ നമ്മൾ പുറകോട്ട് പോകേണ്ടതില്ല. കാരണം പറയുന്നവർക്ക് എന്തും പറയാം, നാം ശരിയിലാണ്, നമ്മുടെ ഭാഗത്തെ സത്യമുണ്ട് എന്നതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. അത് ഉറപ്പിച്ചാൽ പിന്നെ ആ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകും. കളിയാക്കുന്നവരുണ്ടാകും, കൂക്കി വിളിക്കുന്നവരുണ്ടാകും, ലോകം തിരിയാത്തവരെന്ന് പറയുന്നവരുണ്ടാകും, ഖുറാഫികളെന്ന് ആക്ഷേപിക്കുന്നവരുണ്ടാകും. അതൊന്നും തന്നെ നമ്മുടെ വിഷയമേ അല്ല. കാരണം ഇതിലേറെ പരിഹാസം മുമ്പുള്ള നബിമാരെല്ലാം കേട്ടിട്ടുണ്ട്, പരിഷ്കർത്താക്കളെല്ലാം കേട്ടിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി തങ്ങളും കേൾക്കുന്നു. അതുകൊണ്ട് തങ്ങൾ അതൊരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ആശ്വസിപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിയുടെ പഠിപ്പിച്ച ദീന് അങ്ങനെ തന്നെ നിലനിന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ വക്താക്കൾ, അവരും അവരുടേതായ കാലഘട്ടങ്ങളിൽ ഇவ்விധത്തിലുള്ള ഓരോ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അല്ലാഹു തആല മുൻകാല പ്രവാചകന്മാരുടെ മാതൃക പിന്തുടർന്ന് ജീവിക്കണം, തങ്ങളുടെ ദൌത്യവുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പഠിപ്പിച്ചതെങ്കിൽ റസൂലുള്ളാഹി തന്നെ ഇവിടെ കളിയാക്കപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ കളിയാക്കപ്പെടുന്നതിൽ അത്ര വലിയ അതിശയോക്തിയൊന്നും നമ്മൾ കാണേണ്ടതില്ല. അല്ലെങ്കിൽ ആളുകൾ കളിയാക്കുമെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ദൌത്യത്തിൽ നിന്ന് പുറകോട്ടു പോകേണ്ടതുമില്ല. ഉറക്കെ തന്നെ അത് പറയാൻ, ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ ഈ സത്യത്തിന്റെ സന്ദേശങ്ങൾ വിളിച്ചു പറയാനുള്ള ആർജവവും തന്റേടവുമാണ് നമ്മളൊക്കെ കാണിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാമല്ലോ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങൾ, ആ യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾ അവര് ശരിയും സത്യവുമായിട്ടുള്ള സംഗതികൾ കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ അതിനെതിരിൽ പല്ലും നഖവും ഉപയോഗിച്ച് ഏതൊക്കെ ദുഷ്ടശക്തികളാണ് നമ്മുടെ മുന്നിലേക്ക് കുരച്ച് ചാടിക്കൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണ് നമുക്കെതിരെയുള്ള പ്രചാരണങ്ങളുമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ ഇരുട്ടിന്റെ ശക്തികളും ഇതിൽ ഒറ്റക്കെട്ടാണ്. അവരൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരും വ്യത്യസ്ത നിലപാടുള്ളവരും പരസ്പരം വൈര്യം നിലനിർത്തുന്നവരും തന്നെയാണെങ്കിലും യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയത്തിനെതിരിൽ വരുമ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടായി. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ സ്ത്രീകളുടെ രംഗപ്രവേശനവുമായി ബന്ധപ്പെട്ട് അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. വാസ്തവത്തിൽ ആ ഒരു സ്റ്റേജിൽ മാത്രം തീരേണ്ട ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസികളല്ലാത്ത എല്ലാവരും എത്രത്തോളം എന്ന് വെച്ചാൽ ഏത് വിഷയം പറയുമ്പോഴും ഇപ്പൊക്കെ നമ്മുടെ ഫാസിസത്തിന്റെ കാലാണ്, ബിദ്അത്തുകാർക്കെതിരെയൊന്നും നമ്മളൊന്നും പറയാൻ പറ്റിയ കാലല്ല എന്ന് പറഞ്ഞിട്ട് ബിദ്അത്തുകാർക്കെതിരെയുള്ള സംസാരങ്ങൾ വരെ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് മദ്യം പറഞ്ഞ ആൾക്കാർ വരെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഫാസിസത്തിന്റെ കാലത്ത് തന്നെ
അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരെ കുതിര കയറാൻ ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരക്കുന്നത് നമ്മൾ കാണുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങൾ അതാര് അംഗീകരിക്കുന്നു, ആര് തള്ളിപ്പറയുന്നു, അല്ലെങ്കിൽ ആര് നമ്മളെ പരിഹസിക്കുന്നു, ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് പറച്ചിലിൽ സുതാര്യത വേണം, പറയേണ്ട രീതിയിൽ പറയണം, പറയേണ്ടതേ പറയാവൂ, പറയുന്നതൊക്കെ ശരിയായിരിക്കണം. എല്ലാ ശരിയും പറയണമെന്നില്ല, പക്ഷെ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ ശരി പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ പരിഹസിക്കപ്പെട്ടാലും ആക്ഷേപിക്കപ്പെട്ടാലും വി ഡോണ്ട് കെയർ ദാറ്റ്. ഇതായിരിക്കണം നമ്മുടെ നിലപാട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇவ்விதം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരിഹസിക്കപ്പെടുന്നതിൽ സ്വാഭാവികമായും മനസ്സിൽ വിഷമം വന്ന മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ആശ്വസിപ്പിച്ചത് എന്തു പറഞ്ഞിട്ടാണ്? നബിയെ തങ്ങളു മാത്രമല്ല, ഈ സമുദ്ധാരണ പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും മുമ്പും ഇതേ ദുരനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ സഹിച്ചും ക്ഷമിച്ചും അവരുടെ ദൌത്യവുമായി മുന്നോട്ട് പോയതുപോലെ തങ്ങളും തങ്ങളുടെ ദൌത്യവുമായി മുന്നോട്ട് പോകണം. പറയുന്നവരെന്തും വിളിച്ചു പറയട്ടെ എന്നാണ് അല്ലാഹു തആല നബി തങ്ങളെ ആശ്വസിപ്പിച്ചത്. അപ്പൊ അതിന്റെ തുടർച്ച നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. എന്ത്? നമ്മൾ ശരിയും സത്യവും പറയുമ്പോൾ ആ ശരി അത് ഈ കാലത്തിന് യോജിച്ചതല്ല, അല്ലെങ്കിൽ ഈ കാലത്ത് അത് പറഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്നവരുണ്ടാകും. അവരത് പറയട്ടെ. പക്ഷെ നമുക്ക് പറയാനുള്ളത് നമ്മൾ കൃത്യമായി പറയണം. നമ്മൾ പറയേണ്ടതേ പറയാവൂ. ആ പറയുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ പറയുന്നത് ഇസ്ലാമിന്റെ ശരിയായ നിലപാടാണെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ പിന്നെ അത് പറയാൻ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നുകൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. കളിയാക്കുന്നവരുണ്ടാകും, കൂകി വിളിക്കുന്നവരുണ്ടാകും, പരിഹസിക്കുന്നവരുണ്ടാകും, ലോകം തിരിയാത്തവരെന്ന് പറഞ്ഞ് നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്നവരുണ്ടാകും. പക്ഷേ അതൊന്നും നമ്മുടെ വിഷയമേ അല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ്. അങ്ങനെ പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടപ്പോൾ അള്ളാഹു പറയുന്നു, ഫഅംലൈതു ലില്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾക്ക് നാം സമയം നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ കളിയാക്കിയപ്പോ സഡൻ അവർക്കെതിരെ അള്ളാഹു തആല ആക്ഷൻ എടുത്തില്ല, മറിച്ച് ഒരു വീണ്ടുവിചാരത്തിനുള്ള സാവകാശം, സന്ദർഭം അവർക്ക് അള്ളാഹു തആല ധാരാളമായി നൽകിയെന്നർത്ഥം. ഉടനെ തന്നെ പിടിച്ച് ശിക്ഷിച്ചില്ല, ഉടനെ തന്നെ അവരൊരു ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയരാക്കിയില്ല, മറിച്ച് അവസരങ്ങൾ വീണ്ടും നൽകി. വീണ്ടും വിചാരത്തിനുള്ള സാഹചര്യങ്ങൾ, സാവകാശങ്ങൾ അതവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു. പക്ഷെ ഒരു സാവകാശവും ഉപയോഗപ്പെടുത്താതെ, ഒരു വീണ്ടും വിചാരത്തിലും നിൽക്കാതെ, പരിഹാസത്തിന്റെയും വഴികേടിന്റെയും റൂട്ടിൽ തന്നെ ആ സജീവമായി നിലകൊണ്ട് മുന്നോട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് പുറകോട്ടു പോകില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ സുമ്മാഖത്തുഹും, പിന്നെ ഞാൻ അവരെ പിടികൂടി. അതായത് സാവകാശം നൽകി, നന്നാവാനുള്ള വീണ്ടും വിചാരത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടൊന്നും നന്മയിലേക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ ഞാൻ പണ്ട് പിടികൂടിയിട്ടുണ്ട്. ഫകൈഫ കാന ഇഖാബ്, അപ്പോൾ എന്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് നോക്കൂ. മുൻകാല സമുദായങ്ങൾക്കെതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്യന്തികമായ ശിക്ഷ വന്നപ്പോൾ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രതികരണശേഷിയുമില്ലാത്തവരായി, എല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരായി ആ നിഷേധികൾ മാറിയിട്ടുണ്ട്. അതുപോലെ തങ്ങളുടെ സമൂഹത്തിലും ഈ നിഷേധവുമായി കടന്നുവരുന്നവർ, ഈ പരിഹാസവുമായി കടന്നുവരുന്നവർ, നേരിന് നേരെ പല്ലെളിച്ചു കാണിക്കുന്നവർ, അവർക്കെല്ലാം അർഹമായ ശിക്ഷകൾ അതാതു സമയത്ത് ഞാൻ നൽകും. അതുവരെ തങ്ങൾ ക്ഷമയോടുകൂടെ പ്രബോധന രംഗത്ത് തുടരുക. കാരണം ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വരാത്ത എല്ലാവരും നിഷേധികളായി തന്നെ എല്ലാ കാലത്തും തുടരുമെന്ന് വിചാരിക്കണ്ട. അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്ന ധാരാളം ആളുകളുണ്ടാകും. അവിശ്വാസത്തിന്റെ ചെളിക്കുണ്ടിലാണ് ഇപ്പോഴുള്ളതെങ്കിലും വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നുവരാൻ അവസരം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലുണ്ടാകും. അവരുടെ മനസ്സിലേക്ക് സത്യത്തിന്റേതായ സന്ദേശങ്ങൾ സന്നിവേശിപ്പിക്കാൻ നമുക്കെന്തു ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് വേണ്ടത് എന്ന് അല്ലാഹു തആല അറിയിച്ചു. എന്നിട്ട് അല്ലാഹു തആല അല്ലാഹുവിന് പുറമെയുള്ള ദൈവങ്ങളെ സ്ഥാപിക്കുന്ന ആളുകളുടെ ബുദ്ധിശൂന്യത, അവരുടെ വിവരക്കേട് ഒന്നുകൂടി ഉണർത്തുകയാണ് ഇവിടെ. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്, ഓരോ ശരീരവും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് മേൽനോട്ടം വഹിക്കുന്ന അല്ലാഹുവാണോ, ഒരു കഥയും അറിയാത്ത ബിംബങ്ങളെപ്പോലെയാണോ? അതായത് അല്ലാഹുവും ഇവരാരാധിക്കുന്ന ദൈവങ്ങളും തമ്മിൽ സമമാണോ? ഒരിക്കലും സമല്ല. കാരണം അല്ലാഹു എല്ലാം അറിയുന്ന സർവജ്ഞനാണ്.
അവരുടെ ഹൃദയാന്തർഭാഗത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അതിനിഗൂഢമായ രഹസ്യങ്ങൾ വരെ അള്ളാഹുവിനറിയാം. അതേസമയത്ത് ഇവര് ദൈവങ്ങളാണെന്ന് പറഞ്ഞ് പൂജിക്കുന്ന കല്ലുകൾ അവരുടെ മുന്നിൽ വെച്ച് ചെയ്യുന്ന സംഗതികൾ പോലും അറിയുകയോ അത് ഗ്രഹിക്കുകയോ ചെയ്യുന്ന സ്വഭാവമുള്ളവരല്ല. എന്നിട്ട് അള്ളാഹുവും ഇവരും ഒരേപോലെ ദൈവങ്ങളാണ് എന്ന് പറയുന്നതിന്റെ ബുദ്ധിശൂന്യത എന്തുമാത്രം ഗൌരവതരമാണ് എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. അതായത് അഫമൻ ഹുവ ഖായിമുൻ അലാ നഫ്സി കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്, ഓരോ ശരീരവും അത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് മേൽനോട്ടം വഹിക്കുന്ന അള്ളാഹു, ആ അള്ളാഹു ആണോ ഇവരുടെ ഈ ഒന്നും അറിയാത്ത ദൈവങ്ങളെ പോലെയാണോ? ഒരിക്കലും അങ്ങനെയല്ല എന്നർത്ഥം. വജഅലൂ ലില്ലാഹി, അള്ളാഹുവിന് അവർ സ്ഥാപിച്ചു ശുറക്ക, ആ പങ്കാളികളെ. ആരാധനയുടെ വിഷയത്തിൽ പടച്ചതമ്പുരാന് മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹത, എന്നാൽ ആ അർഹത ഞങ്ങളുടെ കീഴ്ദൈവങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് പങ്കാളികളെയും ഷെയറുകാരെയും കൂറുകാരെയും അവർ സ്ഥാപിച്ചു. വാസ്തവത്തിൽ അതിത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം അള്ളാഹു തആല എല്ലാം പടച്ചവനാണ്. ഇവരുടെ ദൈവങ്ങൾ അവകൾ പോലും പടക്കപ്പെട്ടതാണ്. അവരൊന്നിനെയും ഒരു പുൽക്കൊടി പോലും പടച്ചിട്ടില്ല. ഒരു പുൽക്കൊടി പോലും പടക്കാത്ത ഈ ആരാധിക്കുന്നവർ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ അവർക്ക് നേടിക്കൊടുക്കാൻ കഴിയാത്ത ഈ വസ്തുക്കളെ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിനോട് സമമാക്കുന്ന രീതി അതെന്തുമാത്രം പ്രകോപനപരമാണ്, എന്തുമാത്രം ബുദ്ധിശൂന്യതയാണ്, എന്തുമാത്രം പൊട്ടത്തരമാണ് എന്ന് അള്ളാഹു തആല ഉണർത്തുകയാണോ. ജഅലൂ ലില്ലാഹി ശുറക്കാഅ, അവർ അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിച്ചു. കുൽ നബിയെ തങ്ങൾ പറയൂ അവരോട്, സമൂഹം നിങ്ങളുടെ ദൈവങ്ങളൊക്കെ നിങ്ങളൊന്ന് പേര് പറഞ്ഞു തരൂ. എന്താണ് നിങ്ങളുടെ ദൈവങ്ങളുടെ നാമം? ആ ദൈവങ്ങളുടെ പേരെന്താണ്? ആ ദൈവങ്ങൾ ആർക്കാണ് അറിയാവുന്നത്? നോക്കൂ, ദൈവങ്ങളെന്ന് പറയുന്നത് ഓരോ യൂണിറ്റിലും അല്ല, ഓരോ വ്യക്തിക്ക് തന്നെ വ്യത്യസ്ത ദൈവങ്ങൾ എന്ന നിലപാടായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ എല്ലാവർക്കും ഇവിടെയുള്ള ദൈവത്തെ അപ്പുറത്തുള്ള ആളുകൾക്ക് അറിയില്ല, അവിടെയുള്ള ദൈവത്തെ ഇവിടെയുള്ള ആളുകൾക്കും അറിയില്ല. അങ്ങനെ ഓരോ യൂണിറ്റിലും അല്ലെങ്കിൽ ഓരോ വീട്ടിലും വ്യത്യസ്ത ദൈവങ്ങൾ എന്ന അർത്ഥത്തിൽ ഇതൊക്കെ ദൈവങ്ങളാണ് എന്ന് പറയുന്ന ആ ബുദ്ധിശൂന്യത ചെയ്യുന്ന ആൾക്കാരോട് മുത്തുനബിയോട് അള്ളാഹു പറയാണ്, കുൽ സമൂഹം തങ്ങൾ അവരോട് പറയൂ അവരൊന്ന് ആ ദൈവങ്ങളുടെ പേര് പറയട്ടെ എന്ന് പറഞ്ഞാൽ ആ ദൈവങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് വല്ലതും അറിയാമോ എന്ന് അവരൊന്ന് വിശദീകരിക്കട്ടെ. ദൈവങ്ങളുടെ ബയോഡാറ്റ എന്നർത്ഥം. അതായത് അവർക്കൊന്നും അറിയില്ല. അവര് ഒരു സാധനത്തിന് ഇത് ദൈവാന്ന് പേര് പറഞ്ഞു എന്നതിന്റെ അപ്പുറം വേറെ ഒന്നും അതിനെക്കുറിച്ച് അവർക്ക് പോലും അറിയില്ല. എന്നിട്ടും ഈ പണിയെടുക്കുകയാണ്. അതുകൊണ്ട് അതൊരു പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രയോഗമാണ് അവരെ പേര് പറയട്ടെ എന്നത്. രണ്ടാമതായി അല്ലാഹു തആല നബി തങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത് അം തുനബ്ബിഊനഹു ബിമാ ലാ യഅലമു ഫിൽ അർളി, അതോ ഭൂമിയിൽ അള്ളാഹുവിന് അറിയാത്ത വിവരമില്ലാത്തൊരു സംഗതി അള്ളാഹ്ക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ? പടച്ചവനെ, നിനക്ക് പങ്കാളികളായിട്ടുള്ള കുറെ ദൈവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, നിനക്ക് അറിയാതെ പോയതാണ് എന്ന് അള്ളാഹുവിനെ നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? എല്ലാം അറിയുന്ന, നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന രഹസ്യങ്ങൾ പോലും അറിയുന്ന അള്ളാഹുവിനോട് ഈ ഭൂമിയിൽ ഇങ്ങനെ കുറെ ദൈവങ്ങളുണ്ട് എന്നൊരു പുതിയ വിവരം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് നിങ്ങളെ പ്രവർത്തനം വരുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ദൈവമോ സംവിധാനമോ ഉണ്ടായിരുന്നുവെങ്കിൽ അതാദ്യം അറിയുക അള്ളാഹുവിനായിരുന്നു. അള്ളാഹുവിന് അങ്ങനെ ഒന്നും അറിയില്ല. അള്ളാഹ്ക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രം നിങ്ങളോട്ട് വളർന്നിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പടച്ചതമ്പുരാനോടൊപ്പമുള്ള മറ്റു ദൈവസങ്കല്പങ്ങളെല്ലാം ബുദ്ധിശൂന്യതയാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. അംബിലാഹിരും മിനൽ ഖൗലി, അതല്ല നിങ്ങൾ ഉപരിപ്ലവമായി പറയുകയാണോ? അതായത് നിങ്ങൾക്ക് അങ്ങനെ തോന്നി അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ തെളിവൊന്നുമില്ല. ഇത് ദൈവമാണ്, എന്താ എവിഡൻസ് ഒന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നി ഞങ്ങളെ ദൈവമെന്ന് പറഞ്ഞു എന്നിങ്ങനെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു വാചകമടി മാത്രമാണോ ഇത്? ആണോന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. ഇതിനൊന്നും ഒരു തെളിവും ഒരു രേഖയോ ഒന്നുമില്ല എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ബൽ സുയ്യിന ലില്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു മക്റുഹും, അവരുടെ കുതന്ത്രങ്ങൾ. സത്യവിശ്വാസത്തിനെതിരിൽ അവരീ കാണിക്കുന്നതെല്ലാം കുതന്ത്രങ്ങളാണ്. ആ കുതന്ത്രങ്ങളൊക്കെ ശരിയാണെന്നും ഇത് ഞങ്ങളൊരു നല്ല പ്രവർത്തനം നടത്തുകയാണെന്നുമുള്ള ഒരു തോന്നലാണിപ്പോൾ അവർക്ക് വരുന്നത്. വസുദ്ദു അനി സബീലി, ശരിയായ മാർഗത്തെ തൊട്ട് അവർ തടയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന് മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സന്ദേശമാണ് ശരിയായ മാർഗം. ആ മാർഗത്തിൽ നിന്ന് അവർ തടയപ്പെട്ടിരിക്കുന്നു. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, ആരെങ്കിലും അല്ലാഹു തആല വഴിപഴവിലാക്കിയാൽ
അവന് പിന്നെ സന്മാർഗത്തിലാക്കാൻ ഒരാളുമില്ല. അതായത് പടച്ച തമ്പുരാന്റെ ഹിദായത്തിന് വിധിക്കപ്പെടാത്തവരായി പോയി അവർ, അങ്ങേയറ്റത്തെ നിർഭാഗ്യവാന്മാരാണ് അവർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ആ നിലക്ക് നിർഭാഗ്യത്തിന്റെ സാഹചര്യങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർ അവര് വിജയിച്ചു എന്ന് വിചാരിക്കേണ്ട. ലഹും അദാബുൻ ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൽ അവർക്ക് ശിക്ഷയുണ്ട്. അതായത് ഈ ശിക്ഷ എന്ന് പറയുന്നത് പല രൂപത്തിലും വരാം. സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ നിർണായകമായ സന്ദർഭങ്ങളിലൊക്കെ അവർ മൗനികളാകേണ്ടി വരികയില്ലേ അല്ലേ? അവർക്ക് അവരുടെ വിഷയങ്ങൾ തെളിയിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അവർ വാചകമടിക്കുമെന്നല്ലാതെ വിവരമുള്ള ഒരാളുടെ മുന്നിൽ വന്നുപെട്ടാൽ മൗനിയാവാനും തലകുനിക്കാനുമല്ലാതെ അവർക്കൊന്നും പറയാൻ സാധ്യമല്ലല്ലോ. അതൊക്കെ ശിക്ഷയുടേതായിട്ടുള്ള വിവിധ രീതികളാണ്. എന്തായാലും ഭൗതിക ലോകത്ത് അവർക്ക് ചില ശിക്ഷകളുണ്ട്. വല അദാബുൽ ആഖിറത്തി അശഖു, പരലോകത്തെ ശിക്ഷ ഏറ്റവും ഗുരുതരമാണ്, ഏറ്റവും ബുദ്ധിമുട്ടേറിയതാണ്. ഇവിടുത്തെ ശിക്ഷ ഇനിയിപ്പോ എന്തായാലും അത് തൽക്കാലം കൊണ്ടാണ് തീർന്നു പോകും അല്ലേ? പക്ഷെ പരലോകത്തെ ശിക്ഷ അത് ബുദ്ധിമുട്ടേറിയതാണ്, അതൊരിക്കലും തീർന്നു പോകാത്ത നിന്നുപോകാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആ ശിക്ഷയിൽ ചെന്നുപെടാതിരിക്കാൻ വേണ്ട മുൻകരുതലായിരുന്നു വാസ്തവത്തിൽ അവരെടുക്കേണ്ടിയിരുന്നത് എന്ന് നോക്കൂ. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത് കാണാം. എന്ത്? ഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ, ദുനിയാവിന്റെ ശിക്ഷകൾ അത് പരലോക ശിക്ഷയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്, വളരെ ദുർബലമാണ്. കാരണം ദുനിയാവിന്റെ ശിക്ഷ അതെന്തായാലും ഫഇന്ന അദാബദ് ദുനിയ ലഹു ഖലാ, ദുനിയാവിന്റെ ശിക്ഷ തീർന്നുപോകും, അതിനൊരു എൻഡുണ്ട്, ഒരവസാനമുണ്ട്. അതേസമയത്ത് വദാക ദായിമുൻ അബദൻ ഫീ നാർ, പരലോകത്തെ ശിക്ഷയോ അത് തീയിൽ നരകത്തിൽ എന്ന എല്ലാ കാലത്തും വെന്തരിയേണ്ട ഗതികേടാണ് ഉണ്ടാക്കുക. വഹിയ ബിന്നിസ്ബത്തി ഇലാ ഹാദിഹി 70 ളിഅഫ, ഭൂമിയിലെ തീയിനോട് സാമ്യപ്പെടുത്തുമ്പോൾ 70 ഇരട്ടി ചൂട് കൂടുതലുള്ള ആ നരകത്തിലെ ശിക്ഷ അത് കാലാകാലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പരലോകത്തെ ശിക്ഷ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. വമാ ലഹും മിനല്ലാഹി മിൻ വാഖ്, അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഒരു കാവൽക്കാരും അവർക്കുണ്ടാവില്ല, ഒരു സംരക്ഷകരും അവർക്കുണ്ടാവില്ല. അതുകൊണ്ട് പരലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ട ഗതികേടിലേക്ക് എത്തിപ്പെട്ടാൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ദൈവങ്ങളുണ്ടാവില്ല, മറ്റേതെങ്കിലും സംരക്ഷകരോ സഹായികളോ ഉണ്ടാവില്ല. അതിദയനീയമായ ശിക്ഷകൾ ഏറ്റുവാങ്ങി കുടുങ്ങിയല്ലോ എന്ന് അവിടെ വെച്ച് വിലപിക്കും. പക്ഷെ ആ വിലാപം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനാൽ ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള പദ്ധതി തയ്യാറാക്കുകയും യഥാർത്ഥ വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നുവരാൻ തയ്യാറാവുകയും അള്ളാഹുവിനെ മാത്രം ആരാധ്യനെന്ന കാഴ്ചപ്പാടും ആ ഒരു കൺസെപ്റ്റും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം കൊണ്ടു നടക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും നടത്തുകയും അതുമായി നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ അതിനെ നിരാകരിക്കാനും ദൈവം തന്നെ ഇല്ല എന്ന് പറയാനുമൊക്കെയുള്ള ചിന്താഗതികളുമായി വലിയ പുരോഗമനവാദികളാണെന്ന് പറഞ്ഞ് പലരും വാചകമടിക്കുമ്പോൾ ആ വാചകമടിയൊന്നും നമ്മൾ പ്രശ്നമാക്കാതെ, അവരുടെ പരിഹാസമൊന്നും പ്രശ്നമാക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.